താസ കളക്ഷന്റെ പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ചൈനീസ് ടോപ്പ് ഇതിന് വെറും 299 ആണ് റേറ്റ് വരുന്നത്. ഗേൾസ് പാൻസ് 199 ഓൺലി. 299 രൂപയ്ക്ക് മെറ്റേണിറ്റി വെയർ, വെറും 150 രൂപയ്ക്ക് ലേഡി ഷോർട്സ്. സൂപ്പർ ഡേ ടീഷർട്ട് 400 രൂപ മാത്രം. ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 250 രൂപയ്ക്ക്. ലേഡീസ് 3/4 199 ഓൺലി. ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും 199 രൂപയ്ക്ക്. മെൻസ് ഹൈ ലക്ഷറി ഫുൾ സ്ലീവ് കളക്ഷൻ വെറും 250 രൂപയ്ക്ക്. താസ ഫാഷൻ മൾട്ടി ബ്രാൻഡഡ് സർപ്ലസ് സ്റ്റോർ, പാലസ് റോഡ്, ചേലക്കര. തിരുവല്ലോമലയിലെ പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഗോപകുമാർ പല്ലക്കാട്ടിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ നാടൊന്നടങ്കം കൊച്ചുപറക്കോട്ടുകാവിൽ ഒത്തുചേർന്നു. തിരുവല്ലോമലയുടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന ഗോപകുമാർ പല്ലക്കാട്ടിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നാട് ഒന്നടങ്കം ഒത്തുചേർന്നു. കൊച്ചുപറക്കോട്ടുകാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ പടിഞ്ഞാറ്റുമുറി താലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് പി രാംകുമാർ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ കക്ഷികൾ നിൽക്കുമ്പോഴും എതിരഭിപ്രായമുള്ളവരെ ഒരുമിച്ച് നിർക്കാനും അവരോട് ആ സൗഹൃദബന്ധം കാത്തു സൂക്ഷിക്കാനുമുള്ള ഗോപേട്ടൻ്റെ കഴിവ് അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. ഞാനും അദ്ദേഹവും തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ എന്നാലും തൊട്ടടുത്ത ദിവസം ഞങ്ങളുടെ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഗോപേട്ടനുള്ള കഴിവ് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തന രംഗത്ത് തിരുവല്ല എരുവത്തൊടിയുമായി ബന്ധിപ്പിക്കുന്നതോടെ അത് വാവത്ത് നിന്ന് പല്ലക്കാട്ടേക്ക് എത്തുമ്പോൾ അതിന് സ്ഥലം വിട്ടുതരേണ്ട ഏറ്റവും ആദ്യത്തെ ആൾ ഗോപേട്ടനായിരുന്നു. ഗോപേട്ടനാണ് ഏറ്റവും ആദ്യം സ്ഥലം തയ്യാറായതും അത്തരത്തിലുള്ള റോഡ് ഉണ്ടാക്കാൻ മുന്നിൽ നിന്നതും ഗോപേട്ടനായതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം പറക്കോട്ടുകാവ് താലപ്പൊലി ആഘോഷങ്ങൾക്കായി പടിഞ്ഞാറ്റുമുറി ദേശത്തിനു വേണ്ടി അരനൂറ്റാണ്ടോളം അശ്രാന്തം പരിശ്രമിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ എന്നിട്ടും പുറകോട്ട് പോയില്ല. അദ്ദേഹം ലൈവായിട്ട് തന്നെ നിന്നു. പിന്നീട് ഒരിക്കൽ ഈ പറഞ്ഞമാതിരി മത്സരിക്കാൻ രംഗത്ത് ഉണ്ടാവുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും കുടുംബ ബന്ധങ്ങളിലൊക്കെ പോയി ഞാൻ ഉണ്ടാവും എന്ന് പറയുകയും എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരികയും ചെയ്ത് മാനസികമായിട്ട് വല്ലാതെ പ്രയാസപ്പെട്ട് നമ്മളോടൊക്കെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മെല്ലെ അദ്ദേഹം പുറകോട്ട് പോയി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ലൈവായിട്ട് നിന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം തളരില്ലായിരുന്നു. CPIM-നെ പ്രതിനിധീകരിച്ച് 2 തവണ ഗ്രാമപഞ്ചായത്ത് അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഗോപകുമാർ പല്ലക്കാട്ട് കാർഷിക മേഖലയിലും സജീവമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ആ ഒരു കാലഘട്ടത്തിലാണ് ഗോപേട്ടനെ കുറിച്ച് ഞാൻ അറിയുന്നത്. തുടർന്ന് ഗോപേട്ടൻ 2 വട്ടം ജയിച്ചു. ഇപ്പോഴും ഇന്നലെ അതായത് 2 ദിവസം മുന്നേ വരെ ഏകദേശം ഒരു ചൊവ്വാഴ്ച ദിവസം എൻ്റെ വീട്ടില് ഗോപേട്ടനെ കൂട്ട് ഓർമ്മിച്ചുള്ളൂ. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ കുടിവെള്ളം ഒരുപാട് ക്ഷാമം നേരിടുന്ന സമയം. അപ്പോ ഗോപേട്ടൻ മെമ്പറായിട്ട് ഞങ്ങളുടെ അവിടെ വരുന്ന സമയത്ത് എല്ലാവരും തലച്ചുമടായ അന്ന് ഒരുപാട് എരുവുകളും പോലെ തന്നെ പശുക്കളൊക്കെ ഉള്ള വീടുകളായിരുന്നു ആ ഭാഗം. അപ്പൊ അന്ന് എല്ലാവരും തലച്ചുമടായിട്ട് വെള്ളം ദൂരെ നിന്ന് കൊണ്ടുവരുന്നുണ്ടപ്പോൾ അന്ന് ഗോപേട്ടൻ മനസ്സിൽ പറഞ്ഞൊരു അന്ന് അവിടുത്തെ ഒരു വാക്കാണ്, ഞാൻ ഇവിടെ മെമ്പറായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ജലനിധി കൊണ്ടുവരും, നിങ്ങൾക്ക് യഥേഷ്ടം വെള്ളം കൊണ്ടുവരുന്നു. അങ്ങനെ കുട്ടപ്പേട്ടനുമായി ബന്ധപ്പെട്ട് അന്ന് അജയകുമാർ MP ആയിരുന്ന സമയത്ത് ഒരു കുടിവെള്ളത്തിൽ കൊണ്ടുവന്നു. ആ കുടിവെള്ളത്തിലാണ് ഇന്നും അവിടെ നിൽക്കുന്നത്. ഒരു 40-ഓളം കുടുംബങ്ങൾ ഇന്നും ആ കുടിവെള്ളപ്പത്തി സ്വന്തമായിട്ട് കിണറില്ലെങ്കിലും ആ കുടിവെള്ളപ്പത്തി മുന്നോട്ട് പോകുന്ന അവസ്ഥ ഏതൊരു മേലും പറ്റാത്തൊരു കിണറായിട്ട് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അവിടുത്തെ ജനങ്ങളെല്ലാവരും ഗോപേട്ടനെ അത്രയും ബഹുമാനത്തോടു കൂടിയും അത്രയും ആദരവോടും കൂടിയാണ് കാണുന്നത്. പക്ഷെ വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിനെ സംബന്ധിച്ച് പരേതന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അപ്പോ 10 വർഷക്കാലം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അതിലുള്ള ഏറ്റവും വലിയ ഒരു അനുഭവം എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് 98 വൈസ് പ്രസിഡന്റ് സ്ഥാനം ആയിരുന്നു. മരിച്ചവിടേക്ക് എന്നെയാണ് പാർട്ടി കണ്ടിരുന്നെങ്കിലും സ്ഥാനം കിട്ടിയത് പത്മജയ്ക്കായിരുന്നു. പക്ഷെ അത് ആരും പ്രതീക്ഷിച്ചതല്ല, പെട്ടെന്ന് വന്ന് പോയതാണ്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അക്കാര്യത്തിൽ ഗോപേട്ടനാണ് ഓടി വന്ന് എന്നോട് സങ്കടം പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ശരിയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് തെറ്റായിപ്പോയി, വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിച്ച് പുറത്തേക്ക് ഇടുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. CCV ന്യൂസ്, ചേലക്കര.